ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ കയ്യിലുള്ള വണ്ടി ഏതാണെന്ന് വെച്ചാൽ മഹീന്ദ്രയുടെ പുതിയ എംഹോക്ക് എഞ്ചിനുമായിട്ട് എത്തിയിട്ടുള്ള മഹീന്ദ്ര ബൊലേറോ പവർ പ്ലസ് ആണ്. അതായത് നമ്മുടെ പഴയ 2.5 ലിറ്റർ എഞ്ചിൻ മാറ്റിയിട്ട് അവർ പുതിയതായിട്ട് ഇറക്കിയ 1.5 ലിറ്റർ എഞ്ചിനുമായിട്ട് എത്തിയിട്ടുള്ള ഒരു വണ്ടിയാണിത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ എന്തൊക്കെ വരുന്നത് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഗ്രിൽസ് ആണ് വരുന്നത്. അതിന് സെൻട്രലായിട്ടൊരു ചെറിയ ക്രോമിയം ലൈനൊക്കെ കൊടുത്തിട്ട് മഹീന്ദ്രൻ്റെ ചെറിയൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ്സ് പിന്നെ ഐലിഡ് ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. അതിനടുത്തായിട്ട് തന്നെ നമ്മളെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്, പാർക്ക് ലൈറ്റ്. പിന്നെ ഫോഗ് ലാമ്പ് കമ്പനി കൊടുത്തിട്ടില്ല. അത് കമ്പനി നമ്മുടെ ഒരു വേരിയൻറ്റിലും അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ ഈ വരുന്നതാണ് റേഡിയേറ്റർ ഗ്രില്ലാണ് ഈ കാണിക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ എന്തൊക്കെ വരുന്നത് നമുക്ക് നോക്കാം. ഇത് കമ്പനി ഒരു ഓഡിയോ പ്ലെയർ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് മഹീന്ദ്രയുടെ തന്നെ കമ്പനി കെൻവുഡിൻ്റെ ഒരു സിസ്റ്റമാണ് ഇതിൽ കൊടുക്കുന്നത്. അതിൽ നമുക്ക് വേണ്ട ഏകദേശം കണക്ടിവിറ്റീസ് ഒക്കെ അതിലുണ്ട്. ബ്ലൂടൂത്ത് ഉണ്ട്, ഓക്സിലറി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ CD ഉണ്ട്, USB ഉണ്ട്. നമുക്ക് വേണ്ട എല്ലാം ഇതിലുണ്ട്. നമുക്ക് കോള് കണക്ട് ചെയ്ത് സംസാരിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മൈലേജ് കാണിക്കുന്ന ഒരു ചെറിയൊരു മീറ്റർ ഇവിടെ സെൻട്രൽ കൺസോളിൽ വരുന്നുണ്ട്. അതിൽ മൈലേജ് എത്ര ഉണ്ട്, അതുപോലെ നമുക്ക് ഉള്ള ഫ്യൂവലിൽ നമുക്ക് എത്ര കിലോമീറ്റർ ഓടാം, അതൊക്കെ കാണിക്കുന്ന ഒരു ഓപ്ഷൻ സെൻട്രൽ കൺസോളിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത വെച്ചാൽ വോയിസ് മെസ്സേജിങ് സിസ്റ്റം വരുന്നുണ്ട്. അതായത് നമ്മൾ ജസ്റ്റ് സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നാലോ, ഡോറ് അടച്ചിട്ടില്ലെങ്കിലോ, അതുപോലെ തന്നെ ഫ്യൂവൽ തീർന്നാലൊക്കെ നമുക്ക് ഇതിൽ വോയിസ് മെസ്സേജിങ് ആയിട്ട് നമുക്ക് മെസ്സേജിങ് തന്നുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ ഈ കാണുന്നതാണ് മൈക്രോഫോൺ. അതായത് നമ്മളിത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് വോയിസ് അങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ വേണ്ടിയുള്ള ഒരു മൈക്രോ ഫോണാണിത്. പവർ വിൻഡോ സ്വിച്ചസ് വരുന്നത് നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് കമ്പനി അത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിന് തൊട്ടടുത്തായി തന്നെ 2 ബോട്ടിൽ ഹോൾഡേഴ്സും കമ്പനി കൊടുത്തിട്ടുണ്ട്. അത് ആ ബോട്ടിൽ ഹോൾഡേഴ്സ് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. 1 ലിറ്റർ ബോട്ടിലൊന്നും നമുക്കതിൽ വെക്കാൻ കഴിയില്ല. പിന്നെ വേറൊരു പ്രശ്നം എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന ടൈമിൽ ഹാൻഡ് ബ്രേക്കും ഗിയറും തമ്മിൽ ചെറിയൊരു ഹാൻഡ് ബ്രേക്കിൻ്റെ ഗിയറിൻ്റെ നോബും തമ്മിൽ ചെറിയൊരു ക്യാപ്പ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചിലപ്പം ഒരു ബുദ്ധിമുട്ട് വന്നു. പക്ഷേ നമുക്ക് ഡ്രൈവിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ ഈ പവർ വിൻഡോ സ്വിച്ച് ഡോറിലൊന്നും കമ്പനി ബാക്ക് സൈഡിലാണെങ്കിലും ഫ്രണ്ട് സൈഡിലാണെങ്കിലും ഡോറിൽ അവർ കമ്പനി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ബാക്കിലിരിക്കുന്നവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങളിതപ്പോൾ നോക്കിയാൽ കാണാം, ബാക്ക് സൈഡിലും അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ തേർഡ് റോയിലാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ബാക്കിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇതാണ് ബാക്ക് സീറ്റ്. ഇതിൽ നമുക്ക് അത്യാവശ്യം മുതിർന്നവർക്കൊന്നും ബാക്ക് സീറ്റ് നമുക്ക് അങ്ങനെ ഇരിക്കാൻ കഴിയില്ല. ഒരു ലോങ് യാത്രക്കൊന്നും പറ്റില്ല. ചെറിയ കുട്ടികൾക്ക് മാത്രമേ ഇതിൽ ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ബൂട്ട് സ്പേസ് ഒരുപാട് ലഭിക്കുന്നതുകൊണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ ഇതിൽ കയറ്റി കൊണ്ടുപോകുന്നതാണ്. ഈ സീറ്റ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാം. 2 സീറ്റും ഫോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സാധനങ്ങൾക്ക് ഒരുപാട് കയറ്റി കൊണ്ടുപോകാം. എന്നാലും കുഴപ്പമില്ലാതെ ഒക്കെ യാത്ര ചെയ്യാം. ബാക്കിലിരുന്നിട്ട് ചെറിയ 2 കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ യാത്ര ചെയ്യാം ബാക്കിലിരുന്നിട്ട്. പിന്നെ അത് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ എ പില്ലറിനെ പറ്റിയിട്ടാണ്. നമ്മൾ പൊതുവെ ചില വാഹനങ്ങളിൽ എ പില്ലേഴ്സിന് കുറച്ച് തിക്നെസ് കൂടിയിട്ട് നമുക്ക് വളവൊക്കെ നമ്മൾ ഓടിക്കുന്ന ടൈമിൽ നമ്മൾ കുറച്ച് വ്യൂ കുറയുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ടാറ് ജീപ്പിലാണെങ്കിലും അതുപോലെ മഹീന്ദ്രയുടെ ബൊലേറോയിലാണെങ്കിലും ആ പ്രശ്നമില്ല. കാരണം നമ്മൾ എ പില്ലറിന് കുറച്ച് തിക്നെസ് കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ കൂടി നല്ല വ്യൂ ലഭിക്കുന്ന ഒരു വാഹനമാണ് ഈ ബൊലേറോ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാ കോർണേഴ്സും നല്ല കറക്റ്റായിട്ട് കാണും. നല്ല ഡ്രൈവറിന് നല്ല വിസിബിലിറ്റി തരുന്ന ഒരു വാഹനമാണ് ബൊലേറോ.